ജൂതന്മാർ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളവരാണോ എന്ന ചോദ്യം പല സാഹചര്യങ്ങളിലും ഉയർന്നിട്ടുണ്ട്. ബുദ്ധിശക്തിയെ അളക്കുന്നത് വ്യക്തിഗതവും സാംസ്കാരികവുമായ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഐക്യു ടെസ്റ്റുകൾ പോലുള്ള മാനദണ്ഡങ്ങൾ പലപ്പോഴും വിമർശനത്തിന് വിധേയമാണ്. ചില പഠനങ്ങൾ അഷ്കനാസി ജൂതന്മാർക്ക് ശരാശരിയേക്കാൾ ഉയർന്ന ഐക്യു ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് ജനിതകമോ പരിസ്ഥിതിപരമോ ആയ ഘടകങ്ങൾ കൊണ്ടാണോ എന്ന് വ്യക്തമല്ല. വിദ്യാഭ്യാസം, സാംസ്കാരിക മൂല്യങ്ങൾ, ചരിത്രപരമായ സാഹചര്യങ്ങൾ എന്നിവ ഇതിൽ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു. ലോകശക്തികളായ ജൂതന്മാരുടെ സ്വാധീനത്തിന് പിന്നിലെ രഹസ്യം തേടി വിദഗ്ധർ അന്വേഷണം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ചരിത്രപരമായി ജൂതന്മാർ വിദ്യാഭ്യാസത്തിനും ദൈക്ഷണികമായ മികവിനും ഊന്നൽ നൽകിയിട്ടുണ്ട്. യൂറോപ്പിലും മറ്റിടങ്ങളിലും അവർ നേരിട്ട വിവേചനവും പീഡനങ്ങളും ഭൗതികവും സാമ്പത്തികവുമായ വിജയത്തിലൂടെ നിലനിൽപ്പിന് അവർ പ്രേരിപ്പിച്ചു. ശാസ്ത്രം, മെഡിസിൻ, ധനകാര്യം, മാധ്യമങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവർ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നോബൽ സമ്മാന ജേതാക്കളിൽ ജൂതവംശജർ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏകദേശം 20% നോബൽ ജേതാക്കൾ ജൂതന്മാരാണ്. ലോക ജനസംഖ്യയിൽ 0.2% മാത്രമേ ജൂതന്മാർ ഉള്ളൂ. ജൂതന്മാരുടെ വിജയം ഒരു രഹസ്യമല്ലെന്നാണ് അവർ തന്നെ പറയുന്നത്. മറിച്ച് വിദ്യാഭ്യാസവും കഠിനാധ്വാനവുമാണ് അവരെ വേറിട്ട് നിർത്തുന്നത്. ജൂതന്മാരുടെ ചരിത്രം പീഡനങ്ങളുടെയും വിവേചനങ്ങളുടെയും നീണ്ട കഥയാണ്. യൂറോപ്പിൽ മധ്യകാലഘട്ടം മുതൽ അവർ നേരിട്ട വിലക്കുകൾ, ഒറ്റപ്പെടുത്തലുകൾ എന്നിവ അവരെ സ്വയം പരിരക്ഷിക്കാൻ നിരന്തരം പരിശ്രമിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ഭൂമി ഉടമസ്ഥത, കൃഷി, സൈനിക സേവനം തുടങ്ങിയ മേഖലകളിൽ നിന്ന് പലപ്പോഴും അവർ വിലക്കപ്പെട്ടിരുന്നു. ഇത് അവരെ വിദ്യാഭ്യാസം, വാണിജ്യം, ധനകാര്യം തുടങ്ങിയ മേഖലകളിലേക്ക് തിരിയാൻ നിർബന്ധിതരാക്കി. ചരിത്രപരമായ സാഹചര്യങ്ങൾ ജൂതന്മാർക്കിടയിൽ നിലനിൽപ്പിൻ്റെ ബുദ്ധി വളർത്തി. വിദ്യാഭ്യാസത്തിനും ദൈക്ഷണിക മികവിനും അവർ നൽകിയ ഊന്നൽ അവരെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും മുന്നേറാൻ പ്രാപ്തരാക്കി. ജൂത സംസ്കാരത്തിൽ വിദ്യാഭ്യാസത്തിന് എന്നും പ്രധാന സ്ഥാനമുണ്ട്. തോറ ജൂതന്മാരുടെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ആ തോറ പഠനം ഒരു മതപരമായ കടമയായി കണക്കാക്കുന്നു. യഹൂദ ഗൃഹങ്ങളിൽ കുട്ടികൾ ചെറുപ്പം മുതൽ അത് വായിക്കുകയും വിശകലനം, വാദപ്രതിവാദം എന്നിവയിൽ പരിശീലനം നേടുകയും ചെയ്യുന്നുണ്ട്. ജൂതന്മാരുടെ വിജയത്തിന് മറ്റൊരു പ്രധാന ഘടകം അവരുടെ ശക്തമായ സാമൂഹിക ശൃംഖലകളാണ്. ഒറ്റപ്പെടുത്തലിൻ്റെ ചരിത്രം അവരെ പരസ്പരം ആശ്രയിക്കാൻ പ്രേരിപ്പിച്ചു. യഹൂദ കമ്മ്യൂണിറ്റികൾ പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജീവകാരുണ്യ സംഘടനകൾ, ബിസിനസ് ശൃംഖലകൾ എന്നിവയിലൂടെ പരസ്പരം പിന്തുണച്ചു. ഈ ശൃംഖലകൾ അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായകമായി. ജൂതന്മാരുടെ സംഭാവനകൾ വിവിധ മേഖലകളിൽ അനുപമമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, സിഗ്മണ്ട് ഫ്രോയിഡ്, ജോനാസ് സോൾക്ക് തുടങ്ങിയവർ ലോകത്തിന് നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. സിനിമ, സാഹിത്യം, ടെക്നോളജി എന്നിവയിലും ജൂതന്മാർ മുഖ്യധാരയിൽ നിന്നു. ഹോളിവുഡിൻ്റെ സുവർണ യുഗത്തിൽ മെട്രോ ഗോൾഡ്വിൻ മേയർ, വാർണർ ബ്രദേഴ്സ് തുടങ്ങിയ സ്റ്റുഡിയോകൾ ജൂത സംരംഭകർ സ്ഥാപിച്ചു. ഗൂഗിൾ, ഫേസ്ബുക്ക്, ടെസ്ല പോലുള്ള ടെക് ഭീമന്മാരുടെ സ്ഥാപകരിലും ജൂത വംശജർ ഉൾപ്പെടുന്നു.